ല്ലോ അത് വേറൊരു വാർത്ത. ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടില്ലല്ലോ അതില്. അതിനു മുമ്പ് സ്ത്രീ സുരക്ഷാ പദ്ധതി പിൻവലിച്ചെന്നും പറഞ്ഞു വ്യാപകമായ വാർത്ത വന്നല്ലോ. വ്യാപകമായ വാർത്ത. ആരാണ് ഈ വാർത്ത ചമയ്ക്കുന്നത്? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജൂൺ 17-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. 19-ാം തീയതി വെള്ളിയാഴ്ച നടക്കുന്ന ബജറ്റിൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ് കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്. നിലവിൽ 2000 രൂപ പെൻഷനാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത്. അത് 200 രൂപയെങ്കിലും വർദ്ധിപ്പിച്ച് 2200-ലേക്ക് എത്തുമെന്നാണ് നമ്മൾ ഈ ഒരു ബജറ്റിൽ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന്. ബജറ്റിന്റെ നമ്മൾ ആകാംക്ഷയോട് കൂടിയിട്ടാണ് കാത്തിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഭരണം മാറി. റവന്യൂ വകുപ്പിലെ റവന്യൂ മന്ത്രി മാറി. ഇപ്പോൾ മുമ്പ് കെ രാജനായിരുന്നു. നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിട്ടാണ് കെ രാജൻ മാറി ഇപ്പോൾ അനിൽകുമാർ മന്ത്രിയായിട്ടുള്ളത്. എന്തായാലും പദ്ധതികൾ തുടരും എന്ന് തന്നെയാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. പുതിയ സർക്കാരും കഴിഞ്ഞ സർക്കാർ തുടങ്ങിയിട്ടുള്ള പദ്ധതികൾ തുടരും. നിലവിൽ ഇപ്പോൾ ഡിജിറ്റൽ റീസർവേ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ വില്ലേജുകളിലെ സർവേ നടപടികൾ പുരോഗമിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. സർവേ നടക്കുന്നതിന് മുമ്പ് ഗ്രാമസഭകൾ പോലെ സർവേ സഭകൾ സംഘടിപ്പിക്കും. അതിൽ വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അതാത് ഗ്രാമപ്രദേശങ്ങളിലെ ആളുകൾക്ക് നൽകുന്നതാണ്. സർവേ നടക്കുന്ന പ്രദേശങ്ങളിലെ ആളുകൾക്ക് നൽകുന്നതാണ്. അതിർത്തി സ്ഥലങ്ങളിലെ കാടുകൾ വെട്ടിത്തെളിയിച്ചും അതുപോലെ തന്നെ അതിർത്തി രേഖകൾ കൃത്യമാക്കി വെച്ചും ഈ സർവേക്ക് വരുന്ന ഉദ്യോഗസ്ഥർക്ക് നമുക്ക് സഹകരണം ഉറപ്പുവരുത്താവുന്നതാണ്. ഡിജിറ്റൽ റീസർവേ എന്റെ ഭൂമി പദ്ധതി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. സർവേ കഴിയുന്നതിലൂടെ തരിശ് ആയിട്ട് കിടക്കുന്ന ഭൂമി കണ്ടെത്തി ഭൂമി ഇല്ലാത്ത ആളുകൾക്ക് വിതരണം ചെയ്യാനുള്ള നടപടി ഈ സർക്കാർ എടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. സർവേ പൂർത്തിയാകുന്നതോടുകൂടി ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ സർവേ പൂർത്തിയായിട്ടുണ്ട്. ഇടപാടുകൾ സുഗമമായിട്ട് നടത്താൻ കഴിയും. ഭൂമി വിൽക്കൽ വാങ്ങൽ ഉടമസ്ഥൻ സ്ഥലത്തില്ല എങ്കിൽ പോലും വിദേശത്താണ് എങ്കിൽ പോലും കൃത്യമായിട്ട് വേഗത്തിൽ ഇത് തീർപ്പാക്കാൻ കഴിയും എന്നുള്ളതാണ്. അതുപോലെ തന്നെ പോക്കുവരവ് പോലുള്ള മറ്റ് കാര്യങ്ങളെല്ലാം എളുപ്പമാവുന്നു എന്നുള്ളതാണ്. വില്ലേജ് ഓഫീസിൽ പോവാതെ ഭൂമിയുടെ കരമടക്കൽ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇതിൽ ചെറിയൊരു പ്രശ്നമുള്ളത് കാലത്തെ കയ്യെഴുത്ത് രേഖകൾ ഡിജിറ്റലാക്കുന്ന നടപടിയും പുരോഗമിക്കുന്നുണ്ട്. അങ്ങനെ ഡിജിറ്റലാക്കുമ്പോൾ സാങ്കേതികമായിട്ടും അതിൽ ചില പൊരുത്തക്കേടുകൾ തെറ്റുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം അവനവന്റെ രേഖകൾ എൻ്റെ ഭൂമി പോർട്ടലിൽ പരിശോധിച്ച് നമ്മളെ രേഖകളെല്ലാം പഴയ രേഖകളെല്ലാം ഡിജിറ്റലാക്കുമ്പോൾ അതിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തുകയും ഉണ്ട്. പരാതികൾ ഉണ്ട് എങ്കിൽ അത് അറിയിക്കുകയും വേണം എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊന്ന്, ഡിജിറ്റൽ റീസർവേ പൂർത്തിയാകുമ്പോൾ അതിർത്തിക്കുള്ളിലെ അധിക ഭൂമി ക്രമവൽക്കരിച്ച് നൽകുന്ന സെറ്റിൽമെന്റ് ആക്ട് കഴിഞ്ഞ സർക്കാർ നിയമസഭയിൽ അവതരിപ്പിച്ചിരുന്നു. കെ രാജനാണ് ബില്ല് അവതരിപ്പിച്ചിരുന്നത്. ഡിജിറ്റൽ റീസർവേ പൂർത്തിയാകുമ്പോൾ എക്സസ് ലാൻഡ്, അതായത് അതിർത്തിക്കുള്ളിൽ ഒരുപാട് ഭൂമികളാണ് രേഖയില്ലാതെ ഉള്ളത്. ഇങ്ങനെയുള്ള രേഖയില്ലാതെ തർക്കരഹിതമായിട്ടുള്ള രേഖ ഇല്ലാത്ത ഭൂമികൾക്ക് ആരുടെ കൈവശമാണോ ഉള്ളത് എങ്കിൽ അതിന് ഒബ്ജക്ഷൻ പാടില്ല. അയൽവക്കക്കാരന് അതിന് അവകാശം ഉന്നയിക്കാൻ പാടില്ല. അടുത്ത് സർക്കാർ ഭൂമി വരാൻ പാടില്ല. അങ്ങനെയുള്ള അധികമുള്ള ഭൂമി ക്രമവൽക്കരിച്ച് നികുതി അടക്കാനുള്ള ഭാഗത്തിലേക്ക് ആക്കി. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണ തീയതി പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ഈ മാസം അവസാനമോ അടുത്ത മാസം 2ാമത്തെ ആഴ്ചയോ ആണ് ഉണ്ടാകുക എന്ന്. ഇതിപ്പോൾ 3ാമത്തെ ആഴ്ചയിൽ തന്നെ ഈ മാസത്തേതിന്റെ വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2026 ജൂൺ 20-ന് പശ്ചിമ ബംഗാളിലെ ഹുഗ്ലിയിലെ താരകേശ്വറിൽ നിന്നും പ്രധാനമന്ത്രി PM കിസാൻ സമ്മാൻ നിധിയുടെ 23ാമത്തെ ഗഡുവിന്റെ വിതരണം നടത്തും. PM കിസാൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷകർ KYC നിർബന്ധമായും ചെയ്തിട്ടുണ്ട് എന്ന് അല്ലെങ്കിൽ അപ്ഡേഷൻ വന്നിട്ടുണ്ട് എങ്കിൽ അത് പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം എന്ന് OTP അടിസ്ഥാനമാക്കിയുള്ള KYC PM കിസാൻ പോർട്ടലിൽ ലഭ്യമാണ് എന്നും അത് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ ബയോമെട്രിക് അധിഷ്ഠിത KYC ചെയ്യാൻ CSC കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടണമെന്നും PM കിസാൻ വെബ്സൈറ്റിൽ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. KYC മുമ്പ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് വീണ്ടും ചെയ്യണമോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ സ്റ്റാറ്റസ് പരിശോധിക്കുക എന്നുള്ളതേ പറയാനുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഒരു കാരണവും ഇല്ലാതെ നിരവധി പേർക്ക് PM കിസാൻ സമ്മാൻ നിധി മുടങ്ങിയിരുന്നു. ആ ഒരു അവസ്ഥ ഈ മാസം ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. സ്റ്റാറ്റസ് പരിശോധിക്കാൻ മൊബൈൽ ഫോണിലൂടെ സാധിക്കുന്നതാണ്. PM കിസാൻ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് ബെനഫിഷ്യറി സ്റ്റാറ്റസ് എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട്
ആധാർ നമ്പറും ആധാറുമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP-യും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്താൽ സ്റ്റാറ്റസ് കാണാവുന്നതാണ്. ഇതിൽ KYC ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും അത് കാണാം. അത് അങ്ങനെ ഒരു അറിയിപ്പോ നോട്ടിഫിക്കേഷനോ ലഭിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോഴൊന്നും ചെയ്യേണ്ടതില്ല. PM കിസാൻ സമ്മാൻ നിധിയുടെ 23ാമത്തെ ഗഡുവിന്റെ തുക വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ മൊബൈൽ ഫോണിലേക്ക് മിക്കവാറും ആളുകൾക്ക് ലഭിക്കുന്നതാണ്. അത് ലഭിക്കാത്തവർക്കും തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കയറാറുണ്ട്. അവസാനമായി ആധാർ ഉപയോഗിച്ച് എടുത്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തുക എന്നുള്ളതാണ്. അതായത് ആധാർ സീഡിംഗ് നടത്തിയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തുക. പുതിയ അക്കൗണ്ട് ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടിൽ എടുത്തിട്ടുണ്ട് എങ്കിൽ സാധാരണ ലഭിക്കുന്ന അക്കൗണ്ടിൽ തുക ലഭിച്ചിട്ടില്ല എങ്കിൽ പുതിയ അക്കൗണ്ട് കൂടി ചെക്ക് ചെയ്യുക. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് അക്കൗണ്ട് ഉണ്ട് എങ്കിൽ അതിലേക്ക് മാത്രമാണ് ആ ഒരു തുക ലഭിക്കുക. ഇല്ലാത്തവർക്ക് പഴയതുപോലെ ബാങ്കിലേക്കാണ് ലഭിക്കുക. അപ്പോൾ ആ തുക നഷ്ടപ്പെടാതെ കിട്ടാൻ വേണ്ടി KYC ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ആധാർ സീഡിങ്ങിനൊപ്പം തന്നെ ലാൻഡ് വെരിഫിക്കേഷനും നടത്തിയിട്ടുണ്ട് എന്നും ഉറപ്പുവരുത്തുക. PM അഗ്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ഇത് ചെയ്യാതിരിക്കരുത്. ഈ പ്രാവശ്യത്തെ തുക ലഭിക്കുന്നതിന് അത് നിർബന്ധമില്ല എങ്കിലും ഭാവിയിൽ അത് നിർബന്ധമാക്കും. PM കിസാൻ ഉൾപ്പെടെയുള്ള എല്ലാ കർഷക ആനുകൂല്യങ്ങളും അഗ്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചവർക്ക് മാത്രമായിരിക്കും ലഭിക്കുക എന്ന് സംസ്ഥാന കൃഷി വകുപ്പും കേന്ദ്ര കൃഷി വകുപ്പും ഒരുമിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ PM അഗ്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ ചെയ്യാത്ത ആളുകൾ നിർബന്ധമായിട്ടും ചെയ്യുക. ഇത് ചെയ്യുന്നതിലൂടെ യുണീക്കായി കൊണ്ട് ഒരു ID എല്ലാ ആളുകൾക്കും ലഭിക്കുന്നതാണ്. അത് പോസ്റ്റ് വഴിയൊക്കെ ആയിട്ട് ഒരു ID കാർഡും നമ്മുടെ വീടുകളിലേക്ക് എത്തും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതാണ് PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പ്. തുക ജൂൺ 20 ഈ വരുന്ന ശനിയാഴ്ച ദിവസം വൈകുന്നേരം 3 മണിയോടുകൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ലോകകപ്പിനോടനുബന്ധിച്ച് സപ്ലൈകോയുടെ സൂപ്പർ ഓഫറുകൾ തുടരുകയാണ്. ഇതോടൊപ്പം തന്നെ സൂപ്പർ കോംബോ ഓഫറും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 വെളിച്ചെണ്ണ വാങ്ങുകയാണ് എങ്കിൽ 1 കിലോ പഞ്ചസാര 9 രൂപക്ക് ലഭിക്കുമെന്ന് സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്നലെ മെസ്സി 3 ഗോൾ അടിച്ചത് കൊണ്ട് തന്നെ അർജന്റീന 3 ഗോളിനെ ജയിച്ചത് കൊണ്ട് തന്നെ അടുത്ത അർജന്റീനയുടെ കളി 22-ാം തീയതിയാണ് വരുന്നത്. ആ ദിവസം വരെ 3% ഡിസ്കൗണ്ട് സപ്ലൈകോയുടെ ശബരി പായസം മിക്സിന് ഉണ്ടായിരിക്കുന്നതാണ്. ഫ്രാൻസും കഴിഞ്ഞ കളി 3 ഗോളിനാണ് ജയിച്ചത്. അതുകൊണ്ട് തന്നെ 3% ഡിസ്കൗണ്ട് ശബരി ഗോൾഡൻ ടീയിലും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം ഇടിയപ്പം പൊടികൾക്ക് 7% ഡിസ്കൗണ്ട് ആണ്. ജർമ്മനി 7 ഗോളിനാണ് ജയിച്ചത്. അടുത്ത കളി വരുന്നത് 21-ാം തീയതിയാണ്. ആ ദിവസം വരെ ഈ ഒരു 7% ഡിസ്കൗണ്ട് ശബരി അപ്പം പൊടിയിലും ഇടിയപ്പം പൊടിയിലും ഉണ്ടായിരിക്കുന്നതാണ്. സംസ്ഥാനത്ത് നിന്ന് സ്വർണ്ണവിലയിൽ നേരിയ കുറവുണ്ടായി. ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 13,850 രൂപയും പവന് 200 രൂപ കുറഞ്ഞ് 1,10,800 രൂപയുമായി. മറ്റൊരു വീഡിയോ